ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് എന്ന് മുതൽ നേതൃത്വം കൊടുത്തു തുടങ്ങിയോ അന്ന് മുതലാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഉയർന്നു വന്നിട്ടുള്ളത്, സംശയമില്ല. പണ്ടൊരു കാലം ധാരാളം ഭൗതികരായ ആളുകൾ അവരായിരുന്നു സുന്നികളെയും കടിഞ്ഞാൻ പിടിച്ചിരുന്നത്. അവര് വേണം എല്ലാത്തിനും എന്നായിരുന്നു. ഇന്ന് ഒരു വാതിൽ തുറക്കാനും ആരുടെയും ആവശ്യമില്ലെന്ന് ഈ രാജ്യത്തിന് തെളിയിച്ചു കൊടുത്ത് വന്നിരായ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ കൂടെ ഞാൻ എന്റെ 30 വയസ്സ് 28-30 വയസ്സ് മുതൽ നിന്നുപോകുന്ന ചരിത്രമേ ഇന്നേ വരെ ഉള്ളൂ. എന്നിട്ട് ഞാനും ഉസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ, അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വസ്വാസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം. ആരും അതിൽ ആശങ്കപ്പെടാനില്ല. ഞാനും ഉസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ, അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ വസ്വാസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം. ആരും അതിൽ ആശങ്കപ്പെടാനില്ല. അങ്ങനത്തെ പലതും നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്തിന് യാതൊന്നും പറ്റുകയില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഈ കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം ആലിമീങ്ങൾ, അങ്ങനെയുള്ള ആലിമീങ്ങൾ നമ്മളെ ആക്ഷേപിക്കുന്ന ഈ കൂട്ടർക്ക് എവിടെയും ഇന്നേവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. നമ്മുടെ അടുത്ത പ്രദേശമായ കോഴിശനയിൽ 2 കൊല്ലം മുമ്പ് നാം നടത്തിയ സമസ്തയൽ ജമിയത്തുൽ ഉലമായുടെ പണ്ഡിത സഭ, ഒരു പണ്ഡിത സമ്മേളനം, എത്രായിരം ആളുകളാണ്, 6000-ഓളം അല്ലെങ്കിൽ 6000-ലധികം വരുന്ന ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പണ്ഡിതന്മാരും അതിലുപരി അതിന് പുറത്തും 10,000-ൽ പരം ആലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ആ നേതൃത്വത്തെ ശക്തമായി പിന്തുണക്കുന്ന ആലിമീങ്ങളാണെന്ന് എന്നൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദാണ്, ധാരാളം ഉസ്താദുമാരുടെ ഉസ്താദാണ്. ആ മഹാനവകൾ അവസാനമായി പങ്കെടുത്ത കോട്ടക്കൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നമ്മുടെ ജില്ലാ പണ്ഡിത സമ്മേളനം, ആ സമ്മേളനത്തിന് വരാൻ കഴിയില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഉസ്താദ് അവസാനം ഞാൻ മുകളിലേക്ക് കയറാൻ കഴിയില്ല, അടിയിൽ വരെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് അവിടുന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഒരുമിച്ചുകൂടി. അങ്ങനെ പോവുകയും പിന്നീട് ഉസ്താദ് വീട്ടിൽ തന്നെ ഒന്ന് പോയി പ്രത്യേകം കാണുകയും ചെയ്തു. പോന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോടും ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റിക്കോയത്തോടും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആലിമീങ്ങളെല്ലാം APയുടെ പിന്നാലെ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്, ആ സപ്പോർട്ട് മതി നമുക്ക്. അതുകൊണ്ട് ഈ ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പലരും പറഞ്ഞു നടക്കുന്നെങ്കിൽ അതിന്റെ ആ വിശ്വാസികളിൽ ആരും പെട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.